ഉത്തർപ്രദേശിലെ വിവരങ്ങളുമായി വിഷ്ണു തലവൂർ കൂടിയുണ്ട്. വിഷ്ണു, ഉത്തർപ്രദേശിനെ സംബന്ധിച്ച ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ റായ്ബറേലിയും അമേഠിയും ഉൾപ്പെടെ ശ്രദ്ധേയമായ മണ്ഡലങ്ങൾ കൂടിയാണ് ജനവിധി എഴുതുന്നത്. എന്താണ് വിവരങ്ങൾ? ആര്യ, തീർച്ചയായിട്ടും അഞ്ചാം ഘട്ടത്തിൽ ഉത്തർപ്രദേശിൽ 14 മണ്ഡലങ്ങളാണ് വിധി എഴുതുന്നത്. അതിൽ തന്നെ നിരവധി പ്രധാനപ്പെട്ട മണ്ഡലങ്ങളും ഉൾപ്പെടുന്നുണ്ട്. റായ്ബറേലി, അമേഠി, ലക്നൗ, കൈസർഗഞ്ച് ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളാണ് ഈ അഞ്ചാം ഘട്ടത്തിൽ വിധി എഴുതുന്നത്. ഇന്ന് ഇപ്പോൾ വോട്ടെടുപ്പ് ആരംഭിച്ചിട്ട് ഏകദേശം 2 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. പക്ഷേ നമുക്ക് കാണാൻ കഴിയുന്നത് പോലെ ആളുകളുടെ ഒരു നീണ്ട നിര നമുക്ക് റായ്ബറേലിയിലെ പല പോളിംഗ് ബൂത്തുകളിലും കാണാൻ കഴിയുന്നില്ല. രാവിലെ മുതൽ തന്നെ നമ്മൾ പല പോളിംഗ് ബൂത്തുകളിലും ഇത്തരത്തിൽ പോയിരുന്നു. പക്ഷേ അവിടെയൊന്നും തന്നെ വലിയ തരത്തിലൊരു ക്യൂ, അത്തരത്തിലൊരു ആളുകൾ ഒരുപാട് എത്തി വോട്ട് ചെയ്യുന്നൊരു സാഹചര്യം നമുക്ക് കാണാൻ കഴിയുന്നില്ല. ഇത്തരത്തിൽ വലിയ ക്യൂ ഒന്നും ഇല്ലാതെയാണ് ആളുകളൊക്കെ തന്നെ വോട്ട് ചെയ്യാൻ നിൽക്കുന്നൊരു സാഹചര്യം നമുക്ക് ആദ്യ 2 മണിക്കൂറുകളിൽ ഈ റായ്ബറേലി മണ്ഡലത്തിലെ പല ബൂത്തുകളിലും കാണാൻ കഴിയുന്നത്. എന്തായാലും BJPയെ സംബന്ധിച്ച് ഇത് വലിയൊരു ആശങ്ക തന്നെയാണ്. കാരണം ആദ്യത്തെ 4 ഘട്ടങ്ങളിൽ പോളിംഗ് ശതമാനം വളരെയധികം കുറഞ്ഞിരുന്നു. ഏകദേശം 66% മാത്രമാണ് ആദ്യത്തെ 4 ഘട്ടങ്ങളിലുള്ള പോളിംഗ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ ഈ 5ാം ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ ആളുകളെ മാക്സിമം ബൂത്തുകളിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഭാഗത്തു നിന്നുള്ള പ്രചരണമുണ്ടായിരുന്നു. അതോടൊപ്പം BJPയുടെ ഭാഗത്തു നിന്നും അതിവർഗീയത നിറഞ്ഞ പ്രസംഗങ്ങൾ അല്ലെങ്കിൽ അത്തരമൊരു പ്രചരണം തന്നെയായിരുന്നു നടന്നത്. നമ്മൾ ഈ ഒരു അമേഠി, റായ്ബറേലി മണ്ഡലങ്ങളിൽ പോലും കണ്ടതാണ്. അത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആയാലും അമിത്ഷാ ആയാലും ഒക്കെ തന്നെ ഇത്തരത്തിൽ വർഗീയ പ്രചരണങ്ങൾ, അയോധ്യ, CAA ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഊന്നിക്കൊണ്ടുള്ള ഒരു പ്രചരണമായിരുന്നു നടത്തിയത്. പക്ഷേ എന്നിട്ട് പോലും ഈ ഒരു പോളിംഗ് കുറയുന്ന സാഹചര്യം തന്നെയാണ് BJPയെ സംബന്ധിച്ച് ഒരു ആശങ്ക ഉളവാക്കുന്നത്. എന്തായാലും ഞാൻ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ഉത്തർപ്രദേശിലെ 14 മണ്ഡലങ്ങളിലാണ് ഇപ്പോൾ പോളിംഗ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. പോളിംഗ് ആരംഭിച്ചിട്ട് ഇപ്പോൾ 2 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ്. ആര്യ. ശരി.